Hello friends, welcome to our channel Taste Trips Tips. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പുട്ടാണ്. ഗോതമ്പ് നുറുക്ക് ഉപയോഗിച്ചുള്ള ഒരു പുട്ട്. ഈ ഗോതമ്പ് നുറുക്കിന്റെ പുട്ട് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. എല്ലാ അസുഖക്കാർക്കും, പ്രമേഹ രോഗമുള്ളവർക്കും, കൊളസ്ട്രോൾ ഉള്ളവർക്കും, അതുപോലെ തന്നെ ഡയറ്റിംഗ് ചെയ്യുന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി പുട്ടാണ് ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള പുട്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ നിറത്തിലുള്ള ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കുതിർത്ത് വയ്ക്കണം. കുതിർക്കുന്നതിനായിട്ട് ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പോൾ കുതിർത്ത് വയ്ക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവി കയറ്റുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ പുട്ട് കുഴഞ്ഞിരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം നല്ലൊരു പശ ഉണ്ടാവും. അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൂടുവെള്ളത്തിൽ കുതിർക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അത് ചൂടുവെള്ളത്തിലാകുമ്പോൾ വളരെ കുറച്ച് സമയം മതി. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ, സാധാരണ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ 2-3 മണിക്കൂർ കുതിർത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ നല്ല ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവി കയറ്റുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നു വന്നു. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നല്ലതുപോലെ വെള്ളം വാർന്ന ശേഷമാണ് നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് ആവി കയറ്റാൻ എടുക്കുന്നത്. വെള്ളമെല്ലാം നന്നായിട്ട് വാർന്ന് കളയണം. അതിനുശേഷം നമുക്ക് ഇതിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്യണം. ഞാൻ തിരിച്ച അതേ ബോളിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ, 1 പിടി തേങ്ങ ചിരകിയതും കൂടി ഞാൻ ചേർത്തിളക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് തേങ്ങയും ഉപ്പും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ പുട്ടിൻ്റെ ഏത് കുറ്റിയാണ് കയ്യിലുള്ളത് അതെടുക്കാം. എൻ്റെ കയ്യിൽ ചിരട്ടയുടെ ഷേപ്പിലുള്ള പുട്ടുകുറ്റിയാണ് കയ്യിലുള്ളത്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പുട്ടിൻ്റെ മിക്സ് ചേർക്കാം. ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വരെ നന്നായിട്ട് ആവി കയറ്റി കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കറിയോടൊപ്പം, മീൻ കറിയോ ചിക്കൻ കറിയോടൊപ്പം കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. 1 കപ്പ് ഗോതമ്പ് നുറുക്ക് കുതിർത്തെടുക്കുമ്പോൾ 3 പേർക്കുള്ള പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.